ഹലോ, വെൽക്കം ടു കിച്ചൺ മാജിക് ബൈ ജോളി. ഇന്ന് നമ്മൾക്ക് വീട്ടിൽ തന്നെ ബേക്കറി സ്റ്റൈലിൽ സൂപ്പർ ക്രിസ്പിയായ സമൂസ തയ്യാറാക്കിയാലോ. സമൂസ ഇഷ്ടമാണോ? പക്ഷേ ഷീറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നുണ്ടോ? ആ ചിന്ത മാറ്റാം. വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റ് സമൂസ ഷീറ്റ് തയ്യാറാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡോ തയ്യാറാക്കാം. ഡോ തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ: മൈദ 1½ കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 2 ടീസ്പൂൺ, എണ്ണ 2 ടീസ്പൂൺ. നമുക്കൊരു ബൗളിലേക്ക് മൈദ, ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ചായി വെള്ളം ചേർത്ത് മാവ് കുഴക്കാം. അതിലേക്ക് എണ്ണ ചേർത്ത് വീണ്ടും നന്നായി കുഴച്ച് മൃദുവായ ഡോ തയ്യാറാക്കാം. മുകളിൽ അല്പം എണ്ണ പുരട്ടി മൂടി വെച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. 2 സവാള, വലിയ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം, ക്യാരറ്റ് ഒരെണ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി, ഗ്രീൻ പീസ് 50 ഗ്രാം. ആദ്യം ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് മാറ്റാം. ഉരുളക്കിഴങ്ങ് അധികം വേവിക്കാതെ കഷ്ണങ്ങളാക്കാൻ പറ്റുന്ന പാകത്തിൽ വേവിച്ചെടുക്കുക. ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒരു പാൻ നന്നായി ചൂടാക്കുക. ഇവിടെയാണ് പ്രധാനപ്പെട്ട ടിപ്പ്. പാനിൽ ആദ്യം എണ്ണ ഒഴിക്കേണ്ടതില്ല. ചൂടായ പാനിലേക്ക് സവാളയും ഇഞ്ചിയും ചേർത്ത് വഴറ്റുക. ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മസാലപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. മസാല റെഡിയായാൽ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി നമുക്ക് സമൂസ ഷീറ്റ് തയ്യാറാക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്ത ഡോ 6 ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളായി മാറ്റാം. ഒരു ഉരുള എടുത്ത് ചെറുതായി പരത്തുക. മുകളിൽ എണ്ണ പുരട്ടി അല്പം മൈദ വിതറുക. മുകളിൽ അടുത്ത ഉരുള വെച്ച് വീണ്ടും എണ്ണ പുരട്ടി മൈദ വിതറുക. ഇതുപോലെ 3 ഉരുളകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് വലിയ ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്തുക.
പാൻ ചൂടാക്കി ഈ ഷീറ്റ് അതിലിട്ട് ഇരുവശവും ചെറുതായി ചൂടാക്കുക. ചൂടായ ഉടൻ ഓരോ ലെയറും പതുക്കെ വേർതിരിച്ചെടുക്കാം. ഇതിലൂടെ 3 നേർത്ത സമൂസ ഷീറ്റ് നമുക്ക് ലഭിക്കും. ഇതുപോലെ ബാക്കിയുള്ള 3 ഉരുളകളും തയ്യാറാക്കാം. അടർത്തി മാറ്റിയ ഷീറ്റുകൾ തണുത്തു പോകുവാൻ അനുവദിക്കരുതേ. എല്ലാ ഷീറ്റുകളും ഒന്നിച്ചു വെച്ച് അരികുകൾ ഒപ്പമാക്കി മുറിക്കാം. ശേഷം ഷീറ്റുകൾ തുല്യമായി 4 ഭാഗങ്ങളാക്കി മുറിക്കാം. ഒരു ചെറിയ ബൗളിൽ മൈദയും വെള്ളവും ചേർത്ത് പേസ്റ്റ് തയ്യാറാക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ടിപ്പുണ്ട്. മടക്കുമ്പോൾ 3 കോണുകളിലും ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് സമൂസ ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. നമുക്ക് ബേക്കറി സ്റ്റൈലിൽ സൂപ്പർ ക്രിസ്പിയായ സമൂസ റെഡി. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്ദി. ചാओ.